The leaders, particularly Naren Kariyappa being the chief guest of this occasion, and then Santosh Ji being the guest of honor, then Zone President, my dear sister Meera Menon, and good evening all of you. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ നമ്മളെ ജീവിത സാഹചര്യത്തിൽ വി ആർ ഓൺ ദ റോ ഫ്ലോർ. നമ്മളൊരു റോ ആയിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എന്താണ് JCI? ഇഫ് ഐ പ്രിസൈസ്ലി ടോക്ക് ടു യു, JCI എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ, JCI എന്നെ സംബന്ധിച്ചിടത്തോളം JCI ഈസ് എൻ എക്സ്പീരിയൻസ്. JCI ഒരു അനുഭവമാണ്. അത് നമ്മളെ അടിമുടി സ്വാധീനിക്കും. ഒരു ഫ്രം ദ റോ ടു ദ പ്രൊഫഷണൽ ലെവൽ നെക്സ്റ്റ് നമുക്കൊരു വ്യക്തിയെ ഹൗ ടു മൗൾഡ്, ഹൗ ടു ട്രാൻസ്ഫോം. Now we have the official and authentic tool. We can just go for a BBA program, MBA program, business school. But the problem, നമുക്കൊരു MBAയോ യൂണിവേഴ്സിറ്റിയിലോ ഡിഗ്രിക്കൊക്കെ പോകാം. പക്ഷെ പ്രശ്നം, we have to spend a particular time span. ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിൽ 3 വർഷം, PGക്കാണെങ്കിൽ 2 വർഷം, അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഫഷണലി നമ്മളെ ഗ്രൂം ചെയ്യാൻ പറ്റും. എന്താണ് JCI? JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ ഒരു ഓവർ നൈറ്റിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങളൊരു കർഷകൻ്റെ മകനാകാം, നിങ്ങൾ മെട്രോപൊളിറ്റിക്കൻ പട്ടണങ്ങളുടെ എക്സ്പോഷർ കാണാത്ത ഒരു സാധാരണക്കാരനാകാം, നിങ്ങളൊരു LP സ്കൂൾ അധ്യാപകനാകാം, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു പെട്ടിക്കട നടത്തുന്ന സാധാരണ മനുഷ്യനാകാം. ആ മനുഷ്യനിൽ നിന്ന് ഒരു ഓവർ നൈറ്റ് നമ്മൾ ഒരു പ്രൊഫഷണൽ ഗ്രൂമിങ്ങിലേക്ക് നമ്മളെ മാറ്റിപ്പണിയാൻ കപ്പാസിറ്റിയുള്ള ഒരു മാന്ത്രിക ശക്തിയുടെ പേരാണ് ജൂനിയർ ചേംബർ എന്ന് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാര്യം എൻ്റെ ഫാദർ എഡ്യൂക്കേഷൻ 4ാം ക്ലാസ്സാണ്, എൻ്റെ ഉമ്മയുടെ എഡ്യൂക്കേഷൻ 4ാം ക്ലാസ്സാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിന് കൊടുത്താൽ പോലും 10ാം ക്ലാസ് കിട്ടില്ല, 4 4 8ആണ്. ബട്ട് ഐ മൈസെൽഫ്, by profession, I am a practicing lawyer in the High Court of Kerala. I am into the lawyers panel in the Supreme Court of India. Currently, I am the National Assistant Secretary of IUML. The last election, Kozhikode Southil ഒരു നഗരത്തിലെ കമ്മ്യൂണിറ്റിയെ, വളരെ ഡിഫറെൻറ്റ് ഫോൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആരാകണമെന്ന് ഔട്ട് ഓഫ് 13 കാൻഡിഡേറ്റ്സിൽ നിന്ന് പാർട്ടി ഒരു പേര് പിക്ക് ചെയ്തപ്പോൾ പലതലത്തിൽ ആലോചിച്ച് ഒരേ സമയം പയ്യാനക്കരിലെ, കോതിയിലെ, ബീച്ച് ഏരിയയിലെ ഗ്രാസ് റൂട്ട് കമ്മ്യൂണിറ്റിയെയും, അതേസമയം കോഴിക്കോട് നഗരത്തിലെ JC കമ്മ്യൂണിറ്റി, ആർക്കിടെക്ട്സ് കമ്മ്യൂണിറ്റി, BNI റോട്ടറി, ഡിഫറെൻറ്റ് ഓൺട്രപ്രണേഴ്സ് കമ്മ്യൂണിറ്റിയും, ആ കോംപ്ലിക്കേറ്റഡ് കമ്മ്യൂണിറ്റിയെ ഒന്നിച്ച് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആര് എന്ന ചോദ്യത്തിന് എൻ്റെ പാർട്ടി കണ്ടെത്തിയ ഉത്തരത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നാണെങ്കിൽ, അതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പാരൻസ്, എൻ്റെ ബയോളജിക്കൽ പാരൻസ് അവർ തന്നിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അവരോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ, കോഴിക്കോട് നഗരമധ്യത്തിൽ പോയി ചൂടുള്ള കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഏത് ഓൺട്രപ്രണറോടും ഏത് ബിസിനസ് കമ്മ്യൂണിറ്റിയോടും മുട്ടുമറക്കാതെ സംസാരിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് വഴികളിലേക്ക് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ 3 അക്ഷരങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ആ 3 അക്ഷരങ്ങളുടെ പേര് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നാണ്. ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ പാസ്റ്റ് ZVP എൻ്റെ പ്രിയപ്പെട്ട കൊളീഗ് ആസിഫിനോട് ഞങ്ങളിങ്ങനെ, അപ്പോൾ ആസിഫിനോട് ചോദിച്ചു, ബാബു എന്താ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, JCന്റെ ഫ്ലോറിൽ സംസാരിക്കുമ്പോൾ ഫ്രം ദ ഹേർട്ട്, ഗീതാഞ്ജലിയിൽ ടാഗോർ പറഞ്ഞ പോലെ, വേർ ദ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് മൈൻഡ് ആൻഡ് ഡെപ്ത് ഓഫ് ഹേർട്ട്, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ഞാൻ ആലോചിക്കുകയാണ്. എന്താണ് എനിക്ക് JC തന്നത്? ഞാൻ 3 കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട്, വാട്ട് ഐ എം റിസീവ്ഡ് ഫ്രം ദ JCI, നോട്ട് ജസ്റ്റ് ആസ് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് ആസ് എ യൂണിവേഴ്സിറ്റി. JC എനിക്കൊരു സംഘടനയല്ല, അതൊരു സർവകലാശാലയാണ്, അതൊരു പാഠശാലയാണ്. എന്നെ രൂപപ്പെടുത്തിയ കലാലയത്തിൻ്റെ പേരാണ്
ജൂനിയർ ചേംബർ എന്ന് ഞാൻ അഭിമാനത്തോടെ അന്തസ്സോടെ ഞാൻ പറയും. അപ്പം ഞാൻ ആസിഫിനോട് പറഞ്ഞു, ഞാനൊന്ന് ഇറങ്ങി നിന്ന് നിങ്ങളുടെ ഈ JACയിലെ ഗസ്റ്റ് ഓഫ് ഓണർ എനിക്ക് മീൻസ് നിങ്ങളുടെ ഓണറി മെമ്പർഷിപ്പ് ഞാൻ എൻ്റെ ശിരസ് നമിച്ചു. സന്തോഷിയിൽ നിന്ന് ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ സന്തോഷിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വിശാഖപട്ടണമാണ് ഓർമ്മ വരുന്നത്, നാഷണൽ കോൺഫറൻസ് ആണ് ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതത്തിലെ ഇത്ര സുന്ദരമായൊരു ബുഫേ കഴിച്ച സന്ദർഭമാണ് ഓർമ്മ വരുന്നത്. നാട്ടിലെ കല്യാണങ്ങൾക്കൊന്നും ബുഫേ വന്നിട്ടില്ല. എനിക്ക് JC പല കാര്യങ്ങൾ തന്നയുടെ കൂട്ടത്തിൽ I was given a delicious buffet from different culinary experience, different menu experience തന്നു. അപ്പോൾ ആ വിശാഖപട്ടണം കോൺഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമുള്ള ഒരു ഓർമ്മയാണ്. നമുക്ക് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ പഴയകാലത്തെ പ്രണയങ്ങൾ ഓർക്കുന്ന പോലെ, പഴയകാലത്തെ സ്കൂൾ മുറ്റം ഓർക്കുന്ന പോലെ ഞാൻ ജൂനിയർ ചേംബറിൻ്റെ വിശാഖപട്ടണത്തിൻ്റെ ദേശീയ സമ്മേളനം, നാഷണൽ കോൺഫറൻസ് എൻ്റെ മനസ്സിലുണ്ട്. അന്ന് തെളിഞ്ഞു കാണുന്നൊരു മുഖം സന്തോഷി. നിങ്ങളാ സുന്ദരമായ മുഖമാണ്. നിങ്ങൾ അന്നും ഇന്നും എന്നും ഒരേ മാതിരിയാണ്. നിങ്ങൾ ആ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആ മരുന്നിക്കൊന്ന് പറഞ്ഞിരുന്നെന്ന് ഞാൻ ഇടയിൽ ഓർത്തു പോവാണ്. അപ്പം ഞാൻ ആസിഫിനോട് പറഞ്ഞു, എനിക്ക് 3 കാര്യം വാട്ട് ഐ എം റിസീവ്ഡ് ഫ്രം JCI, എനിക്ക് 3 ബുള്ളറ്റ് പോയിന്റ് പറയാൻ പറ്റും. I got what I am given, what I am received from JCI. Let me say 3 bullet points particularly, specifically. Number 1, I got a global perspective. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ കുറുകത്താണി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച എനിക്ക് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് തന്നത്, ഞാൻ പഠിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, എൻ്റെ LLB ബിരുദമല്ല, എൻ്റെ സോഷ്യോളജി ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമല്ല, ജൂനിയർ ചേംബർ എന്ന ഓർഗനൈസേഷനാണ് എനിക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. ഞാനൊരു സദസ്സിലിരിക്കുമ്പോൾ എന്നോട് JC ചോദിക്കുകയാണ്, ആർ യു ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ആസ്പാക് കോൺഫറൻസ്, ആർ യു ഇൻട്രസ്റ്റഡ് ടു ജോയിൻ വേൾഡ് കോൺഫറൻസ്, ലോകത്തിലെ വേൾഡ് JCI കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ ഗെറ്റ് റെഡി എന്ന് എൻ്റെ 30കളിൽ എന്നെ സ്വപ്നം കാണാൻ, എനിക്ക് ലോകത്തെ എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ച് എനിക്ക് യാത്ര ചെയ്യാമെന്ന് എൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം തന്ന ധൈര്യത്തിൻ്റെ പേരാണ് ജൂനിയർ ചേംബർ എന്ന് ഞാൻ സന്തോഷത്തോടെ പറയും. നമ്പർ 1. നമ്പർ 2, I received a professional approach, each and everything in my life, in terms of my personal life, in terms of my public life, in terms of my professional life. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എനിക്ക് തന്ന ഓർഗനൈസേഷൻ്റെ പേര്. ഞാനൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ you should take care of even your body language, even your eye contact, even your words, deeds, everything. കാരണം ജനം നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ തന്നത് ഫറൂഖിലെ സ്പീച്ച് ക്രാഫ്റ്റിൽ പങ്കെടുക്കുമ്പോൾ രാത്രി ഒരു 9 മണിക്കും 10 മണിക്കൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ഒഴിവാക്കായിരുന്നു. പക്ഷെ 1 മണി 2 മണി വരെ നിർത്തി റാഗിങ് നടത്തി പീഡിപ്പിച്ച JCI നാളെ സമൂഹത്തിന്റെ പീഡനത്തിന്റെ മുന്നിൽ വീണുപോകരുതേ എന്ന പരിശീലനമാണ് JC തന്നത് എന്ന് പിൽക്കാലത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാൻ JCയുടെ സ്പീച്ച് ക്രാഫ്റ്റിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, JCയുടെ ഏബിളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതൊരു സദസ്സിന്റെ മുന്നിലും ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് കരിയറിൽ ഞാൻ സ്വപ്നം കാണുന്നത് one day will come, I will be the invited speaker of United Nations. ഐക്യരാഷ്ട്രസഭയിൽ ഒരു ക്ഷണിതാവായി പ്രഭാഷകനായി ക്ഷണിക്കപ്പെടുന്ന ഒരു നല്ല പ്രഭാതത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അന്ന് ഞാൻ ആ വേദിയിലും എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, JCക്ക് വേണ്ടിയുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അറിയിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട JC ഫ്രണ്ട്സിനോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, I received a professionalism in my whole life. And third thing, എനിക്ക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക്കലി ഉണ്ടാവും, നല്ല കാര്യം, ബ്ലസ്ഡ്. അത് ബൈ ബർത്ത് ചിലർക്ക് കിട്ടും, നല്ല കാര്യം. പക്ഷെ ബൈ ബർത്ത് കിട്ടാതെ, ബൈ ഓർഗാനിക്കലി കിട്ടാതെ, നമുക്കൊരു പാരന്റിങ് കിട്ടാതെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. ലീഡർ ക്യാൻ ബി ട്രെയിനബിൾ, ഇറ്റ് ഈസ് ട്രെയിനബിൾ. ഒരു ലീഡറെ പരിശീലിപ്പിച്ച് രൂപപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഏത് ചേറിൽ നിന്നും ഏത് ചവറിൽ നിന്നും ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് ധൈര്യമായി കടന്നു വരാം എന്ന ആശയം പകർന്നു തന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജൂനിയർ ചേംബർ എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എനിക്കെൻ്റെ സഹോദരി, എൻ്റെ പെങ്ങളെ പോലെ പ്രിയപ്പെട്ട മീര JCIയുടെ സോൺ പ്രസിഡന്റാണ്. അപ്പം ഞാൻ മീരയോട്
മലയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മീര ടെൽ മീ 2 പോയിന്റ്സ്, നിങ്ങൾക്കെന്ത് ജേഴ്സി തന്നു? അപ്പോൾ മീര എന്നോട് പറഞ്ഞത്, നമ്മളൊരു ഫ്ലോറിൽ നിന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ ജേഴ്സി ധൈര്യം തന്നു, നമുക്ക് ടോളറൻസ് തന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഫാക്ച്വൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് JCI. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങളൊക്കെ അറിയും, ഞാൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. കുഞ്ഞാലിക്കുട്ടി സാറാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി. ഞാൻ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ UDF കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു. കോഴിക്കോട് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബീച്ച് വരുന്നുണ്ട്, മാനേജർ സ്ക്വയർ വരുന്നുണ്ട്, മൊഫീസൽ സ്റ്റാൻഡ് വരുന്നുണ്ട്, മെഡിക്കൽ കോളേജ് പരിസരം വരുന്നുണ്ട്, മാങ്കാവ് വരുന്നുണ്ട്. നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ മീൻചന്ത മുതൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആരംഭിക്കുകയാണ്. ഞാൻ ഉണ്ണിയേട്ടന്, നിളയുടെ ഉണ്ണിയേട്ടൻ നമ്പർ സേവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചാൽ 4-ാം തീയതിക്ക് ശേഷം അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നാണ് ഇപ്പോൾ ഉണ്ണിയേട്ടൻ എഴുതി വെച്ചത്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA എന്ന് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ JCക്കാരെ, ഞാൻ നാട്ടുകാർക്കൊക്കെ MLA ആണ്, പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു JC ഫ്രട്ടേണിറ്റിയിൽ ഒരാളെന്ന നിലയിൽ നിങ്ങൾ കോഴിക്കോട് വരുമ്പോൾ ഏതു കാര്യത്തിനും നിങ്ങളുടെ അനുജൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഏട്ടൻ എന്ന നിലയിൽ, നിങ്ങളുടെ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഏതാവശ്യത്തിനും ഞാൻ അവിടെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ, നിങ്ങളൊരു ഫ്രണ്ടായി, നിങ്ങളൊരു വോളണ്ടിയറായിട്ട് ഉണ്ടാകും എന്ന സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര സാത്വികനായൊരു മനുഷ്യനല്ലേ ഗാന്ധി, ആൻഡ് വൈ യു ആർ ഇൻ ടു പൊളിറ്റിക്സ്? ഇപ്പോൾ ഗാന്ധിജി പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്തത്, പൊളിറ്റിക്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പവർ, ഇറ്റ് ഈസ് അബൌട്ട് wipe out the tears from every age and provide dignity to every individual. രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ പങ്കുവെപ്പ് മാത്രമല്ല, അത് ഓരോ സാധാരണ മനുഷ്യൻ്റെയും നിറയുന്ന കണ്ണുനീരിനെ തുടച്ചെടുക്കലാണ്. വേച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഊന്നുവടി കൊടുക്കലാണ്. എല്ലാ മനുഷ്യനും അന്തസ്സു പകർന്നു കൊടുക്കലാണ് രാഷ്ട്രീയം എന്ന് ഗാന്ധിജി നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വെള്ളിമൂങ്ങ രാഷ്ട്രീയക്കാരനായിട്ടല്ല വേഷം കെട്ടിയിട്ടുള്ളത്. ഈ കോഴിക്കോട് നഗരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആയ, ഡൽഹി ന്യൂ ഡൽഹി ആയ പോലെ കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആക്കും നെക്സ്റ്റ് 5 years. വേൾഡിലെ മസ്റ്റ് വിസിറ്റ് 10 പ്ലേസസിൽ കാലിക്കറ്റിനെ ലിസ്റ്റ് ചെയ്യണം. അതിനൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ, അങ്ങനെ സ്വപ്നം കാണാൻ, അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ധൈര്യം തന്നത് ഈ പ്ലാറ്റ്ഫോമാണ് എന്ന് സ്നേഹത്തോടെ ഓർത്തെടുത്ത് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, സാധാരണ ഒരു ഗസ്റ്റിന് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിനെ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഒറ്റ ഉദാഹരണം, ഞാൻ എത്ര കണ്ട് JCയോട് സത്യസന്ധനാണ് എന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ ലൈഫ് പാർട്ട്ണറോട് വീട്ടിൽ വാതിലടച്ച ശേഷം നമ്മൾ സത്യമല്ലേ പറയണം. എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ഐ ഹാവ് മെനി ഓപ്പർച്യൂണിറ്റീസ് ടു ബി വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ടു ബി വിത്ത് ആൻ ഓർഗനൈസേഷൻ. എൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ്, ഡോക്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട്, ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. എൻ്റെ പാർട്ടിക്ക് തന്നെ വനിതാ ഓർഗനൈസേഷൻ ഉണ്ട്. സോ ടെൽ മീ, ബീയിങ് മൈ ട്രസ്റ്റഡ് ഹസ്ബൻഡ്, വിച്ച് ഓർഗനൈസേഷൻ ഐ വോണ ബി വിത്ത് ഫോർ മൈ സെൽഫ് ഡെവലപ്മെൻറ്റ്, ഫോർ മൈ സോഷ്യൽ എക്സ്പോഷർ? ഞാൻ ഒരു ഉത്തരമാണ് പറഞ്ഞത് അവളോട്. ഒരു സംഘടന കൊണ്ട്, ഒരു കൂട്ടായ്മ കൊണ്ട് നീ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അനുഭവിച്ച ഒരു സംഘടനയെ പറയാം. അത് ജൂനിയർ ചേംബർ എന്ന് പറയുന്ന സംഘടനയാണ്. എൻ്റെ ചാപ്റ്റർ പുത്തനത്താണിയാണ്. പുത്തനത്താണിയിലെ ദ ഫസ്റ്റ് വിമൻ JCI പ്രസിഡന്റ് എൻ്റെ സഹധർമ്മിണിയാണ് ഡോക്ടർ ഹാജറ. സോ അത്രമേൽ സ്വന്തം ഭാര്യനെ ഒരു കെണിക്ക് ആരും ബോധപൂർവ്വം പറഞ്ഞേക്കൂലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ വരുമ്പോൾ എൻ്റെ മോനുണ്ട് കൂടെ. ഞാനോട് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് നിന്ന് ഇത്ര ബിസി ഷെഡ്യൂളിനിടയിൽ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ പാലക്കാട് വരുമ്പോൾ ഞാനൊരു പൊട്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരുപാട് സംഭവങ്ങൾക്കിടയിൽ എനിക്ക് രാവിലെ എൻ്റെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ട്. എനിക്ക് കോഴിക്കോട് നിന്ന് ഉറങ്ങുകയാണ് സുഖം, എനിക്ക് റിസ്ക് എടുത്ത് വരുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സംഘടന സ്വന്തം നമ്മളെ അമ്മയും നമ്മുടെ മാതാപിതാക്കളും നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ എന്നെ ഞാനാക്കിയ സംഘടനയാണ്. അതുകൊണ്ട് ഇത് നേരം പോക്കായി കാണണ്ട, നിങ്ങൾ വേണമെങ്കിൽ JCI ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്തെ JCI പരിപാടിയിൽ വന്നിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സാർത്ഥവാഹക സംഘത്തോടൊപ്പം ഞാനുണ്ടാകും. അതിനിടയിൽ MLAയും മന്ത്രിയും അതിനപ്പുറമൊക്കെ വരും പോകും. അതൊക്കെ ടെമ്പററി ആണ്.
എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷമാണ്. ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. എല്ലാവർക്കും ഒരിക്കലൂടെ എൻ്റെ സ്നേഹപൂർവ്വമായ നന്ദിയും കടപ്പാടും അറിയിച്ച് എനിക്ക് ഈ ഓണറി അംഗത്വം തന്ന JSCയോട് പ്രത്യേകമായ എൻ്റെ കടപ്പാട് അറിയിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് JSC, ജയ് ഹിന്ദ്.